വീട്ടിലുണ്ടാക്കുന്ന ഒരു തെങ്ങിൻ പൂക്കല ലേഹ്യമാണ് ഈ കാണുന്നത്. അതിനകത്തോട്ട് ഇത്ര ആയാളി കുറച്ച് നമ്മൾ ചേർത്തായിരുന്നു ഓൾറെഡി. പിന്നെ കുറച്ച് ജീരകം ചതച്ച് ചേർക്കണം അതിനകത്ത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ മാറി വരുന്നത് കാണാവേ. മുകളിൽ ചുമപ്പും താഴെ വേറൊരു കളറുമായിട്ട് അത് വരുന്നത്. പിന്നെ കരിപ്പെട്ടി അത് നല്ലപോലെ ചതച്ചിട്ട് വെള്ളത്തിൽ ചാലിച്ച് അങ്ങോട്ട് ഒഴിക്കണം. പിന്നെ രണ്ടാം പാൽ എടുത്ത് വെക്കണം. അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം മാക്സിമം നല്ലപോലെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ഒന്നും അടി പിടിക്കത്തില്ല. ഈ തേങ്ങാപ്പാലും ഈ കരിപ്പെട്ടി ചേർത്ത് ആ വെള്ളവും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വറ്റി വരാൻ കുറേ നേരം എടുക്കും. അപ്പം അത് വറ്റിയൊക്കെ വരുന്നിടം വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് തിളച്ച് പൊന്തി വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം എന്നിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. നല്ല രുചിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ തിളച്ച് ആ തേങ്ങയുടെ ആ പാലുമൊക്കെ നല്ലപോലെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ അതാണ് കാണാം. പിന്നെ ഇതിനകത്തോട്ട് തന്നെ തേങ്ങ ഒന്നാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. രണ്ടാം പാൽ വറ്റി വന്നു കഴിഞ്ഞാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് ഈ രീതിയിൽ നല്ലപോലെ കുറുകി വന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഇത്ര നെയ്യും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഈ ഒരു പരുവമാക്കി കിട്ടും. മാക്സിമം വെള്ളം അത്രയും പറ്റിച്ച് ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.